യേശുവേ നന്ദി, യേശുവേ സ്വസ്ത്രം. എൻ്റെ പേര് സൗമ്യ. ഞാൻ പുഴുക്കാട്ടുശ്ശേരി എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എനിക്ക് 3 മക്കളുണ്ട്. 6-7 മാസം മുന്നേ വരെ ഇവരെ 3 സ്കൂളിൽ വിട്ട് കഴിഞ്ഞാൽ പിന്നാലെ ഞാൻ പോണ്ടി വരും. ഏതെങ്കിലും ഒരു മോളുടെയോ ക്ലാസ് ടീച്ചർ വിളിക്കും. അവർക്ക് എന്നും അസുഖങ്ങളാണ്. ഒന്നില്ലെങ്കിൽ വയറുവേദന, അല്ലെങ്കിൽ ഛർദി, അല്ലെങ്കിൽ കൈ ഒടിയുക, കാലൊടിയുക, കാല് ചതയുക, ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങളായിട്ട് ഞാൻ എന്നും സ്കൂളിൽ പോയി ഇവരെ കൊണ്ടുവരും. അപ്പോൾ ഈ ഹോസ്പിറ്റലിൽ കൊണ്ടു ചെന്നിട്ട് അവിടെയുള്ള സിസ്റ്റേഴ്സ് വരെ എന്നെ കളിയാക്കി തുടങ്ങി, ഇന്നാരാന്ന് ചോദിച്ചിട്ട്. അതേപോലത്തെ രോഗപീഠകളായിരുന്നു. എന്നിട്ട് ഞാൻ ഇവർക്ക് ഇവിടെ നിന്ന് മേടിച്ചു കൊണ്ടുപോയ തേനും അന്നാവെള്ളവും ഇടയ്ക്കിടയ്ക്ക് കൊടുത്തിരുന്നു. അതിനുശേഷം ഇപ്പോൾ അവർക്ക് അങ്ങനത്തെ രോഗപീഠകളില്ല. പിന്നെ ഒരുപാട് കൊച്ചുകുട്ടിയാണോ അത്? അല്ല, 10ലും 10ാം ക്ലാസ് പെൺകുട്ടി. ഇപ്പൊ 10ലും 7ലും 2ലും പഠിക്കുന്ന കുട്ടി. 2 ആൺകുട്ടിയും 1 പെൺകുട്ടിയും. 3 പേർക്ക് മാറി മാറി ആരെങ്കിലും ഒരാളുടെ ടീച്ചേഴ്സ് പ്രശ്നമായിരുന്നു അല്ലേ? അപ്പൊ ഈ തേനും ഒലിവലും കൊടുത്തതിന് ശേഷം അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ വീട്ടിൽ കുറേ നിശ്ചിത വസ്തുക്കൾ ഉണ്ടായിരുന്നു. മരിച്ചവരുടെ വസ്തുക്കൾ ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ മദ്യക്കുപ്പികൾ ഉണ്ടായിരുന്നു. ഇതൊക്കെ എടുത്തു മാറ്റി. ഇതിനൊക്കെ ശേഷമാണ് ഇങ്ങനെ രോഗസൗഖ്യങ്ങൾ കിട്ടിയത്. കണ്ടോ, കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ്. ഇതാണ് നിങ്ങളോട് പറഞ്ഞത്. നാളെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇതൊക്കെയാണ്. നിശ്ചിത വസ്തുക്കളൊക്കെ എടുത്ത് കളയുക കേട്ടോ. എന്നിട്ട് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുള്ളൂ കേട്ടോ. രണ്ടാമത്തെ സാക്ഷ്യം, വീട്ടിൽ 3 വർഷമായിട്ട് കാക്കാത്തൊരു പ്ലാവ് ഉണ്ടായിരുന്നു. അത് 6 മാസമാകുമ്പോൾ കാക്കിയെന്ന് പറഞ്ഞിട്ട് മേടിച്ച് വെച്ചതാണ്. അപ്പോൾ 3 വർഷമായിട്ടും കാച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് ഇടയ്ക്കിടയ്ക്ക് വീടിന് ചുറ്റും ഇങ്ങനെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇവിടെ അച്ഛൻ ഒരു ദിവസം വിളിച്ച് പറയണ കേട്ടു, നമ്മൾ വെറുതെ ഉപ്പിട്ടാൽ പോരാ, ശക്തിയിൽ വെതറി ഉപ്പിടണമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഉപ്പിട്ടതിന് ശേഷം ശക്തിയായിട്ട് വെതറി വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പിട്ടതിന് ശേഷം ഇപ്പം അതുമ്പോൾ 3 ചക്ക കാച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വർക്ക് ഏരിയയിലെ ബാത്റൂമിൽ വലിയ സൈസിലുള്ള 8 കാലികൾ വരുമായിരുന്നു. അത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞോണം അങ്ങനെ കാണാറുണ്ട്. അപ്പോൾ മക്കൾക്കൊക്കെ അതിൽ പോവാൻ തന്നെ ഭയങ്കര പേടിയാണ്. അവർ പോവും, അതേപോലെ തന്നെ ഓടി വരും. അങ്ങനെ അത്രയും പേടിയായിരുന്നു. ഇപ്പം ഞാൻ അത്ഭുതങ്ങളിലെ ജപമാല സ്പീക്കറിലേക്ക് കണക്ട് ചെയ്ത് വീടിൻ്റെ അകത്ത് ഫുള്ള് ഇങ്ങനെ കൊണ്ട് നടന്ന് കേൾപ്പിക്കുകയായിരുന്നു. ഇപ്പം കുറേ നാളായിട്ട് ഇപ്പം അങ്ങനെ ഒരു 8 കാലിയുടെ ശല്യം ഇല്ല. പിന്നെ എൻ്റെ കഴുത്തിൻ്റെ ബാക്ക് വശത്തായിട്ടൊരു അരിസ്കായുടെ വലുപ്പത്തിലുള്ള ഒരു ചെറിയ മുഴയുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഒലിവ് ഓയിൽ തേച്ച് എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പം ആ മുഴ കാണാനില്ല അവിടെ. ഇപ്പം ഞങ്ങളുടെ എല്ലാ രോഗങ്ങൾക്കുള്ള മരുന്ന് ഇവിടുത്തെ ഭൂതചാരണ വസ്തുക്കളാണ്. യേശുവേ നന്ദി, യേശുവേ.